എന്ത് ചെയ്തു? ജേണൽ എന്താ പറഞ്ഞു, കോമ്പൗണ്ട് ജേണൽ എന്താന്ന് പറഞ്ഞു, ബാങ്കിങ് ട്രാൻസാക്ഷൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ്ജർക്കാ പോകുന്നത്. പക്ഷെ ലെഡ്ജർ പറയുന്നതിന് മുമ്പ് നമുക്ക് GST കുറിച്ച് പറയാനുണ്ട് അല്ലെ. GST എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ GST കാണിക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുന്നത് എന്നാണ് നമ്മൾ ക്ലാസ് പറയുന്നത്. അതിന്റെ മുമ്പ് GST എന്താണെന്ന് നമുക്കറിയാം. ഈ GST വന്നിട്ടുള്ള ജൂലൈ 2017 ജൂലൈ 1 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് വാറ്റ് ചെയ്യുന്നു അല്ലെ. ആ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്ത് 3 രീതിയിൽ കണ്ടിട്ടുണ്ടാവും GST. ഏതൊക്കെയാ? SGST, അതുപോലെ തന്നെ CGST, അതുപോലെ IGST. ഇങ്ങനെ 3 രൂപത്തിൽ കേട്ടിട്ടുണ്ടാവും. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ SGST ആർക്കുള്ളതാ? സ്റ്റേറ്റിനുള്ളതാണ്. CGST അത് സെൻട്രലിനില്ല. IGST പറഞ്ഞാല് സ്റ്റേറ്റിനും അതുപോലെ തന്നെ സെൻട്രലിനും ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും കൂടി കൂടിയതാണ് GST. ഇത് അപ്പൊ ഇതിൽ ആർക്കുണ്ടാവും? സ്റ്റേറ്റിനുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റിനുണ്ടാവും, സെൻട്രലിനുണ്ടാവും. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എപ്പോഴാണ് നമ്മൾ SGST കാണുക, എപ്പോഴാണ് CGST കാണുക, എപ്പോഴാണ് IGST കാണുക അല്ലേ. അപ്പൊ നമ്മളെ സെയില് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പർച്ചേസ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സെയില് നടക്കുന്നത് എന്താണ്? നമ്മളിപ്പോ കേരളത്തിലാണ് നമ്മളെ കമ്പനി. നമ്മളെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ, ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് നടക്കുന്നത്, നമ്മളെ കച്ചവടം നടക്കുന്നെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? SGST CGST എന്ന് സെപ്പറേറ്റ് കാണിക്കും. ആ സമയത്ത് നമ്മളെ സെയില് നടക്കുന്നത് നമ്മളിപ്പോ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ടാണെങ്കിൽ, നമ്മൾ എവിടെയാണോ നമ്മളെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ആ സ്റ്റേറ്റ് അല്ലാതെ വേറെ സ്റ്റേറ്റുമായിട്ടാണ് നമ്മളെ കച്ചവടം നടക്കുന്നെങ്കിൽ അവിടെ നമ്മൾ എന്താ ചേർക്കുക? IGST ആണ് എടുക്കുക. മനസ്സിലായോ? CGST എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ളത്. CGST SGST എപ്പോഴും എടുക്കുക? സ്റ്റേറ്റിന്റെ ഉള്ളിൽ കച്ചവടം നടക്കുമ്പോൾ. ആ സ്റ്റേറ്റിന് പുറത്താണെങ്കിൽ എന്തെടുക്കും? IGST എടുക്കും. അത്ര മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇൻപുട്ട് SGST ഉണ്ട്, ഇൻപുട്ട് CGST ഉണ്ട്, ഇൻപുട്ട് IGST ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് നമ്മൾ ആർക്ക് കൊടുക്കുക? ഗവൺമെന്റിന്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ GST കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ? ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതേമാതിരി ഔട്ട്പുട്ട് വരും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GST കിട്ടും. അപ്പൊ നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ കോസ്റ്റ് പ്ലസ് എന്താ നമുക്ക് തരും? ആ GST കൂടി അടങ്ങിയ പൈസ ആണല്ലോ നമുക്ക് തരാം. അപ്പൊ നമുക്ക് കിട്ടണീന് നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് എന്ന് പറയും. നമ്മൾ കൊടുക്കണീന് എന്ത് പറയും? ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ സ്റ്റേറ്റിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് SGST, ഇൻപുട്ട് CGST എന്ന് കാണിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും SGST CGST അറിയാണ്ട്. ആ സമയത്ത് നമ്മള് സ്റ്റേറ്റിന് പുറത്തേക്കാണ് സെയിൽ നടക്കുന്നത്, അവിടെ എന്ത് മാത്രമേ കാണിക്കുള്ളൂ? IGST ഉണ്ടാവുള്ളൂ. ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് IGST ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒക്കെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിലാണ് നമ്മളെ കമ്പനി കേരളത്തിലാണ്. നമ്മൾ തമിഴ്നാടുമായിട്ടുള്ള കമ്പനി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിൽ നടക്കുന്നത്, അല്ല നമ്മൾ പർച്ചേസ് നടത്തുന്നത്. ഓക്കെ. നമ്മള് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാടുള്ള കമ്പനിയായിട്ട് എന്ത് ചെയ്തു? പർച്ചേസ് നടത്തി. നമ്മൾ നടത്തുന്നത് 10,000 രൂപന്റെ സാധനമാണ്. 10,000 രൂപന്റെ സാധനമാണ്. 10% അതിന്റെ GST എന്ന് പറയുന്നത്. 10% GST. അങ്ങനെയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? 10% GST കൂടി ആഡ് ചെയ്യണം. ഇവിടെ 10% GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നാണ്ട് തമിഴ്നാടിനായതുകൊണ്ട് തന്നെ നമുക്ക് CGST SGST വേറെ കാണണോ? വേണ്ട, IGST കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് എന്താ പറയാ? ഇൻപുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റർ ടു നമ്മൾ ക്യാഷിനാണെന്ന് കൂട്ടുക. ടു ക്യാഷ് അക്കൗണ്ട്.
അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന 10,000 രൂപന്റെ സാധനമാണ്. അതിന്റെ 10% പറഞ്ഞ 1000 രൂപ GST നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ വാങ്ങിച്ച ആൾക്കൊക്കെ എത്ര കൊടുക്കണം? 11,000 രൂപ കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? അതായത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് എത്ര രൂപന്റെ സാധനമാകുന്നത്? 10,000 രൂപന്റെ. ഇൻപുട്ട് ആയി GST അക്കൗണ്ട് ഡെപ്റ്റർ എത്ര? ഇൻപുട്ട് എത്ര? നമ്മൾ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? 10% 1000 രൂപ. അങ്ങനെ നമ്മൾ ഈ തമിഴ്നാട്ടിലെ നമ്മളെ സപ്ലയർക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? 11,000 രൂപ കൊടുത്തിട്ടുണ്ടാവും. ഈ സാധനം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങോട്ട് ചെയ്തു? ആന്ധ്രാപ്രദേശിക്ക് ചെയ്തു. ഓക്കെ, ആന്ധ്രാപ്രദേശിക്ക് സെയിൽ നടത്തി. അങ്ങനെ ആന്ധ്രാപ്രദേശിക്ക് സെയിൽ നടത്തുമ്പോൾ എന്താ എൻട്രി വരിക? നമ്മൾ സെയിൽ നടത്തുന്നത് ക്യാഷിന് തന്നെയാണെന്ന് കൂട്ടുക. ക്യാഷിനാണ് സെയിൽ നടത്തുന്നത്. നമ്മൾ 1,500 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? 1,500 രൂപക്കാണ് നമ്മൾ സെയിൽ നടക്കുന്നത്. ഓക്കെ, 1,500 രൂപന്റെ 10% എന്ത് തരണം? അപ്പൊ നമുക്ക് ഈ ആന്ധ്രാപ്രദേശത്തെ നമ്മളെ കസ്റ്റമർ എന്ത് തരണം? 1,500 പ്ലസ് എന്ത് തരണം? എന്ത് തരണടാ? GST തരണം. അപ്പൊ എന്താ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു sales account to output IGST account. ഇവിടെ ഔട്ട്പുട്ട് ആണ് വരിക അല്ലെ. എന്തുകൊണ്ട്? നമുക്ക് സെയിൽ അടക്കുമ്പോൾ ഇങ്ങോട്ട് ആന്ധ്രാപ്രദേശത്താണ് നമുക്ക് ഇങ്ങോട്ട് GST തരികയാണ് തരുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് എത്ര കിട്ടണം? 1,500 എന്ത് തരണം? നമ്മുടെ പ്രൊഡക്റ്റിന്റെ പൈസ പ്ലസ് 1,250 ഉണ്ടാവും അല്ലെ. 10% പറഞ്ഞാല് സോറി 150 ഉണ്ടാവും എന്ത്? GST. അപ്പം 1,500 പ്ലസ് 150 1,650 അയാൾ ക്യാഷ് തരണം. അതിൽ സെയിൽസ് നമുക്ക് എത്ര മാത്രമേ ഉള്ളൂ? 1,500 മാത്രമേ ഉള്ളൂ. നമ്മൾ 1,500 കൊടുക്കുന്നത്. ബാക്കി 150 എവിടെ എടുക്കുക? 150 നമുക്ക് GSTക്ക് കിട്ടും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആന്ധ്രാപ്രദേശത്തെ കസ്റ്റമർ നമുക്ക് 150 രൂപയാണ് എന്ത് GST തന്നിട്ടുള്ളത്. ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലാവുണ്ടോ? നമുക്ക് ആന്ധ്രാപ്രദേശത്തെ നമ്മുടെ കസ്റ്റമർ 150 രൂപ നമുക്ക് എന്ത് തന്നു? GST തന്നു. ആർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്? ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ നമ്മളെ സപ്ലയർക്ക് എത്ര കൊടുത്തിട്ടുള്ളൂ? നമ്മള് സപ്ലയറെ കയ്യിൽ 100 കൊടുത്തിട്ടുള്ളൂ അല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ 1000 ആണ് എടുത്തത്, ഇവിടെ 10,000 എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 1000 മനസ്സിലാവാൻ വേണ്ടിട്ട് ഇവിടെ 1000 എടുത്തു കേട്ടോ. അപ്പൊ ഇവിടെ 100, അപ്പൊ അവിടെ 1,100. 10,000 എടുക്കുന്നതിന് നമ്മൾ 1000 എടുത്തത്. ഇങ്ങനെ പറയുമ്പോഴുള്ള പെട്ടെന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പർച്ചേസ് 1000 രൂപ പർച്ചേസ് ചെയ്തു. അതിന്റെ ഇൻപുട്ട് 100 രൂപ. ആർക്ക് കൊടുത്തു? തമിഴ്നാട്ടിലത്തെ ആൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? 100 രൂപ GST കൊടുത്തു. അങ്ങനെ 1,100 നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് അയാൾക്ക് കൊടുത്തു. ഓക്കെയാണോ? ആ സാധനം നമ്മൾ 1,500 വിറ്റു. 1,500 വിറ്റു. ആർക്ക് വിറ്റു? ആന്ധ്രാപ്രദേശത്തെ കസ്റ്റമർക്ക്. അപ്പൊ 1,500 നമുക്ക് അയാൾ ക്യാഷ് തന്നു. പ്ലസ് എന്ത് തന്നു? 150 രൂപ GST തന്നു. അപ്പൊ ഈ 1,650 1,500 നമ്മളെ പൈസ 150 ആർക്ക് കൊടുക്കാനുള്ള? ഗവൺമെന്റിക്ക് ടാക്സ് കൊടുക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മളെ സപ്ലയർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? 100 രൂപ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 150 കിട്ടി, നമ്മൾ 100 കൊടുത്തു. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്ര ഉണ്ട്? 50 രൂപ അല്ലെ. 50 രൂപ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു അറിയോ? ഇതിനെ ക്യാൻസൽ ചെയ്യണം. ഈ എൻട്രിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് ഇതിപ്പോ എവിടെ കിടക്കുന്നത്? നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡെബിറ്റിലാണ്. ഓക്കെ, ഇവിടെ ഡെബിറ്റിലാണ്. ഇത് നമുക്ക് അസെറ്റ് ആയിരുന്നു. ഇതെങ്ങനെ നമുക്ക് അസെറ്റ് ആവുന്നത്? നമ്മൾ ഇയാൾക്ക് വേണ്ടിയിട്ട്, ആന്ധ്രാപ്രദേശത്തെ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്ത്? ഈ 100 കൊടുത്തത്. അപ്പൊ നമുക്ക് അത് അസെറ്റ് ആയിരുന്നു. പക്ഷെ അപ്പൊ അയാൾ എന്ത് ചെയ്തു? നമുക്ക് 150 തന്നു അല്ലെ. ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി 150 തന്നു. അപ്പൊ നമുക്ക് ഈ അസെറ്റ് ഇല്ലാതായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ ചെയ്തു? ഔട്ട്പുട്ട് IGST അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻപുട്ട് IGST അക്കൗണ്ട്. ഇവിടെ ഇൻപുട്ടിൽ നമുക്ക് എത്ര ഉള്ളൂ? 100 ഉള്ളൂ. ഔട്ട്പുട്ടിൽ എത്ര ഉണ്ട്? 150 ഉണ്ട് അല്ലെ. ഈ 150 ഇവിടെ 150 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. അപ്പൊ എത്ര ഡിഫറൻസ്? നമുക്ക് ലയബിലിറ്റി ആണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ലയബിലിറ്റി ആയിട്ട് എത്ര ഉണ്ട്? 150 ഉണ്ട്. അസറ്റ് ആയിട്ട് എത്ര ഉള്ളൂ? 100 ഉള്ളൂ. അപ്പൊ നമുക്ക്
100 നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി എത്ര 150 കൊടുക്കാൻ വേണ്ടി അയാൾ ഏൽപ്പിച്ചു ചെയ്തു. ഇനി നമുക്ക് എത്ര കൊടുത്താൽ മതി? അപ്പൊ 50 രൂപ കൊടുത്താൽ മതി. ഈ 50നെ നമ്മൾ എങ്ങോട്ടാ മാറ്റുക? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് മാറ്റുക. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ നോക്കുമ്പോൾ ഇൻപുട്ടിലും കൂടുതലും ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് പൈസ ഇങ്ങോട്ട് തരാനാണ്. മനസ്സിലാക്കുക. ഓക്കെ, ഇൻപുട്ട് കുറവും ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ എന്താ ആ ഡിഫറൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാണ്, ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കാനാണ്. അപ്പൊ പുതിയ ഷോപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇൻപുട്ട് കാര്യം കൂടുതലുണ്ടാവും, കൂടുതലായിട്ട് ഇൻപുട്ടാണ് കാണിക്കുക. അപ്പൊ ചിലപ്പോൾ 1 വർഷം 2 വർഷം ഒന്നും എന്ത് ചെയ്യേണ്ടിയില്ല, നമ്മൾ ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കാനുണ്ടാവില്ല. കാരണം ഇങ്ങോട്ട് തരാനുണ്ടാവും, ഇൻപുട്ട് കൂടുതൽ കിടക്കുന്നുണ്ടാവും. അപ്പം ഇൻപുട്ട് കൂടുതലും ഔട്ട്പുട്ട് കുറവാണെങ്കിൽ ഗവൺമെന്റ് ഇങ്ങോട്ട് നമുക്ക് GST തരാനാണ്. ഔട്ട്പുട്ട് കൂടുതലും ഇൻപുട്ട് കുറവാണെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ അങ്ങോട്ട് ഗവൺമെന്റിനും കൊടുക്കാനാണ്. അതാണ് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുക പറയില്ലേ. നമ്മള് സെയിലും പർച്ചേസും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കൺസൾട്ടന്റ് ഉണ്ടാവും GST ഒക്കെ ചെയ്യണേ, അവരെ ഏൽപ്പിക്കും. അവര് നോക്കണത് എന്ത്, നമുക്ക് എത്ര ഇൻപുട്ട് ഉണ്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ട്, അതിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ഇത്ര രൂപ അടക്കണം നമ്മോട് പറയും. അതാണ് പോലെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോ GST മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ IGST യൂസ് ചെയ്തില്ലേ, അവിടെ നമ്മള് സ്റ്റേറ്റിന്റെ ഉള്ളിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST കൊടുക്കുക. IGSTക്ക് പകരം 2 സെപ്പറേറ്റ് കൊടുക്കുക. ഇവിടെ ഔട്ട്പുട്ട് നമ്മളും അങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റ ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ GCC കൺട്രിയിലൊക്കെ വാറ്റാണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക, ഇൻപുട്ട് IGST അല്ലെങ്കിൽ CGSTക്ക് പകരം കൊടുക്കുക ഇൻപുട്ട് വാറ്റ്, ഔട്ട്പുട്ട് വാറ്റ് എന്ന് കണക്കുക. അത്രേ ഉള്ളൂ വാറ്റും GST ഉള്ള മാറ്റം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.